വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് സതീശൻ അനുകൂലികളുടെ പ്രകടനം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് കമലേഷ് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പം സതീശൻ അനുകൂലികളുടെ പ്രകടനം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്, കണ്ണൂരിൽ അടക്കം സതീശനെ അനുകൂലിച്ചുകൊണ്ട് പ്രകടനമായി പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ ഫ്ലെക്സ് ബോർഡിൽ ഒതുങ്ങി നിന്ന പ്രതിഷേധമാണ് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പോകുന്നു എന്നുള്ളതാണ്. 3 പേരുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. അത് പ്രധാനമായും കെ.സി. വേണുഗോപാൽ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ. ഇതിൽ കെ.സി. വേണുഗോപാലിനാണ് വലിയൊരു മുൻതൂക്കം ഇതിനകത്ത് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ വലിയൊരു സമ്മർദ്ദം വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന വ്യാപകമായി തന്നെ നിരവധിയായ ഫ്ലക്സ് ബോർഡുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധമെല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോയത്. അതിന്റെ പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പുളിമൂട് ജംഗ്ഷൻ വരെയും ഈ നിലയിൽ വലിയ ഒരു പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് വി.ഡി. സതീശൻ അനുകൂലികൾ നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം. ഏതായാലും പ്രകടനം അല്പസമയം മുൻപ് ഇവിടെ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. വലിയ ഒരു പ്രതിഷേധം തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കാൻ, അല്ലെങ്കിൽ ഇത്തരമൊരു സൂചന ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കാൻ തന്നെയാണ് വി.ഡി. സതീശൻ അനുകൂലികളുടെ ഒരു തീരുമാനം. സ്വാഭാവികമായും അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്, എല്ലാ തരത്തിലും വിയർപ്പൊഴുക്കിയത്, വലിയ നിലയിൽ പ്രവർത്തനം നടത്തിയതെല്ലാം വി.ഡി. സതീശനാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ചില ആളുകൾ അതിന്റെ ക്രെഡിറ്റ് മൊത്തം അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് കെ.സി. വേണുഗോപാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആരോപണങ്ങളാണ് വി.ഡി. സതീശൻ അനുകൂലികൾ പ്രധാനമായും നടത്തുന്നത്. ആ നിലയിൽ തന്നെ വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം, അല്ലെങ്കിൽ വലിയ തിരിച്ചടി പാർട്ടിക്ക് സംസ്ഥാനത്തകത്ത് ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിലൂടെ വി.ഡി. സതീശൻ അനുകൂലികൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് കമലേഷ്, 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനാണ് ഇപ്പോൾ ഈ UDFന്റെ വിജയത്തിന് കാരണമെന്നാണ് ഈ പ്രവർത്തകർ പറയുന്നത്. അങ്ങനെയുള്ള വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണ് ഈ വി.ഡി. സതീശൻ പക്ഷത്തിന്റെ ആവശ്യം. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിയാണ് ഈ പ്രവർത്തകർ ഈ പ്രതിഷേധം അറിയിക്കുന്നത്. തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് പ്രവർത്തകരുടെ ഒരു വികാരം വരുന്നത്. പ്രവർത്തകർ മാത്രമല്ല, ഒരു വിഭാഗം നേതാക്കളും വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്തുള്ളത്. സ്വാഭാവികമായും കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അതിനുശേഷം വന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ നയിച്ചിട്ടുള്ളത് വി.ഡി. സതീശൻ തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെ ആ നിലയിൽ പ്രവർത്തിച്ച ഒരു നേതാവിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ് സതീശൻ അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി തന്നെ സതീശനാണ് സംസ്ഥാനത്തെ പാർട്ടിക്കകത്ത്, അല്ലെങ്കിൽ UDFനകത്ത് ഘടകകക്ഷികളുടെ പിന്തുണ ഉൾപ്പെടെ സതീശനാണ് ലഭിച്ചിട്ടുള്ളത് എന്നത് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി, അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വി.ഡി. സതീശൻ അനുകൂലികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ലീഗ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം ഈ AICC നിരീക്ഷകരുടെ സന്ദർശനം ഉൾപ്പെടെ ഇവിടെ അവർ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ലീഗ് ഉൾപ്പെടെ വി.ഡി. സതീശന്റെ പേര് തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ജോസഫ് വിഭാഗം ഉൾപ്പെടെ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഘടകകക്ഷികളുടെ പിന്തുണ വി.ഡി. സതീശൻ സ്വന്തമാക്കുന്നു എന്നുള്ളത്, അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ തനിക്ക് വലിയ പിന്തുണയുണ്ട് എന്നുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പലയിടങ്ങളിലും ചെറിയ ചെറിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിലവിലിപ്പോൾ തലസ്ഥാനത്തും വലിയ നിലയിലുള്ളൊരു പ്രകടനത്തിന് വി.ഡി. സതീശൻ അനുകൂലികൾ നേതൃത്വം നൽകുന്നത്.